പകുതി നോയമ്പിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദീർഘമായ 50 നോയമ്പിൻ്റെ പകുതി ദിവസം നമ്മളിപ്പോൾ ആയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പകുതി നോയമ്പ്. ഒരു സഞ്ചാരത്തിൻ്റെ പകുതിയിൽ നമ്മൾ നിന്ന് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടമാണ് ഇനിയുള്ള സഞ്ചാരങ്ങൾ. സ്ലീബയിലേക്കാണ് തിരുസഭ പകുതി നോയമ്പാകുമ്പോൾ നോക്കുന്നത്. ക്രൂശിതയിലേക്കുള്ള നോട്ടം. മലയാളത്തിൽ സിംഹ അവലോകനം എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, ഒരു സിംഹം വനത്തിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു ഏറെ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നിന്ന് തിരിഞ്ഞു നോക്കും. അത് സഞ്ചരിച്ചതായ പാതകൾ ഒന്ന് പരിശോധിച്ചിട്ട് വീണ്ടും അത് മുമ്പോട്ട് യാത്ര ചെയ്യും. ഇതാണ് സിംഹ അവലോകനം എന്ന് പറയുന്നത്. ഈ പകുതി നോയമ്പിൽ ആയിരിക്കുമ്പോൾ നമുക്കും ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. നമ്മൾ ആരംഭിച്ചതായ നോയമ്പ് ഇപ്രകാരം മുന്നോട്ട് പോകുന്നു. ഏത് രീതിയിൽ നോയമ്പ് ശരിയായ ദിശയിലൂടെ പോകാൻ സാധിച്ചു, ഇതെല്ലാം നമ്മൾ തിരിഞ്ഞു നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ സ്ലീബിക് ബ്ലോക്കാണ് നമ്മുടെ ലക്ഷ്യം. ആഗ്രഹം കൊണ്ടല്ല യാത്ര ചെയ്യേണ്ടത്, പകരം ലക്ഷ്യമുണ്ടായിരിക്കും. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, പിച്ചൾ സർപ്പത്തെ നോക്കി രോഗം സൗഖ്യമായതുപോലെ, യേശു കർത്താവിന്റെ കുരിശിനെ ഉയർത്തി ആ കുരിശിലേക്ക് നോക്കി രോഗസൗഖ്യവും പാപമോചനവും പ്രാപിക്കാനുള്ള ശ്രമമാണ് ഇനിയുള്ള ദിനങ്ങൾ. ഈ കുരിശിന്റെ 4 ദിക്കിൽ പാർക്കുന്നവർക്ക് ഈ സ്ലീബ രക്ഷയും വീണ്ടെടുപ്പും സൗഖ്യം നൽകുന്നത്. അതുകൊണ്ടാണല്ലോ പകുതി നോയമ്പിന്റെ ശുശ്രൂഷയിൽ നമ്മൾ 4 ദിക്കിലേക്കും വിമുഖമായി നിന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. കിഴക്ക് ദിക്കും പടിഞ്ഞാറ് ദിക്കും വടക്ക് ദിക്കും തെക്ക് ദിക്കും, എല്ലാ ദിക്കിലുമുള്ളവർക്ക് ഈ കുരിശ് രക്ഷയുടെ അനുഭവമായി മാറും. അതുകൊണ്ട് ഈ പകുതി നോയമ്പിൽ നമുക്ക് സ്ലീബയിലേക്ക് നോക്കി നമ്മുടെ യാത്ര മുന്നേറാം.